ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ 3ആയി തരംതിരിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓഫീസ് ഡിസിൻഫെക്ട് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കേണ്ടത്? അടുത്തതായി സംസാരിക്കുന്നത് ഓഫീസിലെ സൂപ്പർ ഹീറോകളെ കുറിച്ചാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിൽ കുട്ടികളോ വയസ്സായവരോ ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ട്രാവൽ ജീവിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയൊന്നും പോകാൻ പറ്റാതെ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ്. അതിന് കാരണക്കാരനായ കൊറോണയെക്കുറിച്ച് തന്നെയാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയിൽ സർവൈലൻസ് മെഡിക്കൽ ഓഫീസറായാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാം എന്ന തോന്നലിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും, നമ്മൾക്കൊക്കെ ജോലിക്ക് വേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഓഫീസിലേക്ക് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ വിഷയത്തെക്കുറിച്ചാണ് ട്രാവൽ ജീവി നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം. ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ 3ആയി തരംതിരിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 3 വിഷയങ്ങൾ. ഒന്ന്, ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓഫീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ 3 വിഷയങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓഫീസിലേക്ക് പോകുമ്പോൾ തയ്യാറെടുക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതിലാദ്യത്തെ കാര്യം, എന്തു വന്നാലും ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കണം. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ 2 വിഷയങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒന്ന്, ശരീരം പരമാവധി മൂടുന്ന തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ച് പോകാൻ ശ്രമിക്കുക. അതായത് ഫോർമൽ ഫുൾ ഹാൻഡ് ഷർട്ടുകൾ അല്ലെങ്കിൽ ഫുൾ ഹാൻഡ് ടീ ഷർട്ടുകൾ, ചുരിദാറുകൾ മുതലായ ദേഹം മുഴുവനായി കവർ ചെയ്യുന്ന ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രമിക്കുക. 3, ഷൂസ് ധരിച്ചു പോകാൻ ശ്രമിക്കുക. ഷൂ ഇല്ലെങ്കിൽ കാല് മുഴുവനായി മൂടുന്ന ചെരുപ്പ് ധരിച്ചു പോകാൻ ശ്രമിക്കുക. കാരണം നമ്മളെ പരമാവധി എക്സ്പോഷർ കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. പിന്നെ പരമാവധി ആക്സസറീസ് കുറച്ച് ധരിച്ചു പോകുക. വാച്ച്, മാല മുതലായ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന മോതിരം മുതലായ പരമാവധി ആക്സസറീസ്, ദേഹത്ത് ധരിക്കുന്ന പല ആക്സസറീസിനെയും നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. ഇതൊക്കെ നമുക്ക് അനാവശ്യമായൊരു വൈറസ് വാഹകരാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പറയാണ്, അത് നമുക്ക് പരമാവധി ഒഴിവാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വന്തമായി നമ്മുടെ പേന മുതലായ വിഷയങ്ങൾ കൊണ്ടുപോവുക. വേറൊരാളുടെ പേന മേടിച്ച് എഴുതാനുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ മാറ്റിവെക്കുക. തൽക്കാലം കുറച്ച് കാലത്തേക്ക് സ്വന്തമായിട്ട് പേന മുതലായ ഓഫീസിൽ നമ്മൾക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ സ്വന്തമായി കൊണ്ടുപോകുക. അടുത്തതായി, നമ്മൾ ഓഫീസിലെത്തിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓഫീസിലെത്തിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ 3ആയി തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന്, ഓഫീസിൻ്റെ ഇൻഡോർ, അതായത് ഉള്ളിലെ സ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം. ഔട്ട്ഡോർ, പാർക്കിംഗ് മുതലായ തുറസായ സ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം. പബ്ലിക് ടോയ്ലറ്റ്സ്, പൊതു ശൗചാലയങ്ങൾ, ഓഫീസിലെ പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഓഫീസുകളിൽ ഇൻഡോർ സ്പേസ് വൃത്തിയായും ഡിസിൻഫെക്റ്റഡായും സൂക്ഷിക്കാനുള്ള 7 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. 1ാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ആൾക്കാർ ഒരുപാട് കൂടുന്ന സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് സെക്യൂരിറ്റി ഗാർഡിൻ്റെ ബൂത്ത്, വരാന്തകൾ, എസ്കലേറ്റർ, കോണിപ്പടി, ലിഫ്റ്റ് മുതലായ സ്ഥലങ്ങൾ, റിസപ്ഷൻ, കാഫറ്റീരിയ, ക്യാൻറ്റീൻ, ഇത്തരം സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡിസിൻഫെക്റ്റ് ചെയ്ത് വെക്കേണ്ടത് വേറൊരാളിൽ നിന്ന് നമ്മളിലേക്ക് രോഗം പകരുന്നത് തടയാൻ സഹായിക്കും. 2ാമതായി, നമ്മുടെ ഓഫീസിനുള്ള സ്ഥലങ്ങളെ നമ്മൾ 2ആയി തരംതിരിക്കണം. ഒന്ന്, ഹൈ ടച്ച് പ്രോബിലിറ്റി ഏരിയ. 2, ലോ ടച്ച് പ്രോബിലിറ്റി ഏരിയ. പേര് പറയുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഹൈ ടച്ച് പ്രോബിൾ ഏരിയ എന്ന് മാർക്ക് ചെയ്യുന്നത്. ഇത്തരം സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യുന്നത് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് തടയാൻ പറ്റും. ഏതൊക്കെയാണ് ഈ ഹൈ ടച്ച് പ്രോബിലിറ്റി ഏരിയകൾ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, നമ്മളിരിക്കുന്ന കസേര, നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന സന്ദർശകർ ഉപയോഗിക്കുന്ന കസേരകൾ, നമ്മുടെ ഓഫീസിലെ മേശ, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ കീപാഡുകൾ, സ്വിച്ച് ബോർഡുകൾ, വാതിൽപ്പിടികൾ, അലമാറ, ഫയലുകൾ, ബാത്റൂമിലെ ടാപ്പുകൾ, ഇത്തരം സാധനങ്ങൾ എല്ലാ വ്യക്തികളും മാറി മാറി തൊടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് ഓഫീസിലെ തിരക്കനുസരിച്ച് 1 മണിക്കൂർ ഇടവിട്ടോ 3 മണിക്കൂർ ഇടവിട്ടോ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അടുത്തതായി സംസാരിക്കുന്നത് ഓഫീസിലെ സൂപ്പർ ഹീറോകളെ കുറിച്ചാണ്. ആരാണ് ഈ സൂപ്പർ ഹീറോകൾ? കൊറോണ കാലത്ത് രോഗം പടർന്നു പിടിക്കുന്നത് തടയാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നത് ഓഫീസിലെ സ്വീപ്പർ, ജാനിറ്റർ മുതലായ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കൊറോണ കാലത്ത് നമ്മുടെ ഓഫീസിലെ സൂപ്പർ ഹീറോ അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓരോ സ്വീപ്പറും ജാനിറ്ററും ഓഫീസ് വൃത്തിയാക്കുന്നതിന് ചില മുൻകരുതൽ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് മുൻകരുതലുകൾ? ഒന്ന്, അവർക്കെല്ലാവർക്കും ഡിസ്പോസബിൾ കാലുറകൾ അത്യാവശ്യമാണ്. ഹെവി ഡ്യൂട്ടി ഗ്ലൗസുകൾ, ട്രിപ്പിൾ ലെയർ മാസ്കുകൾ എന്നിവ ധരിച്ച് വേണം അവർ ഓഫീസ് വൃത്തിയാക്കുന്നത്.
എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരിൽ നിന്ന് നമ്മളിലേക്ക് രോഗം പടർന്നുപിടിക്കാനും എല്ലാ രോഗസാധ്യതകളെയും ഏറ്റവും കൂടുതൽ നേരിട്ട് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരുന്നതും അവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ നമ്മൾ ഓരോ ഓഫീസിലെ സ്റ്റാഫിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ പോയിന്റ് ഇത്രയും പ്രാധാന്യത്തോടുകൂടി പറഞ്ഞത്. 4ാമത്തെ പോയിന്റിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വൃത്തിയാക്കലും ഡിസിൻഫെക്ഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓഫീസിനുള്ളിൽ ആരെങ്കിലും കയറിപ്പോയി കുറച്ച് ചളിയായാൽ അത് വെള്ളം സോപ്പ് ഉപയോഗിച്ച് തുടച്ചാൽ അത് വൃത്തിയാവും, പക്ഷേ ഡിസിൻഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓഫീസ് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കേണ്ടത്? നമ്മുടെ ഓഫീസുകൾ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ 1% സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനാണ്, അഥവാ ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലക്കിയെടുക്കുന്ന സൊല്യൂഷൻ. ഇതാണ് ഓഫീസിലെ എല്ലാ സ്ഥലങ്ങളും തുടയ്ക്കാനും ഉപയോഗിക്കേണ്ടത്. മെറ്റൽ സർഫസുകളിൽ ബ്ലീച്ച് വളരെ കൃത്യമായി പ്രവർത്തിക്കില്ല. അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൈ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന സാനിറ്റൈസർ 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ് ഏറ്റവും ഉചിതം. ഓഫീസിലെ മെറ്റൽ സർഫസുകൾ തുടയ്ക്കാൻ 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും അല്ലാത്തിടങ്ങളിൽ 1% സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനുമാണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ് ഈ 1% സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇത് കഴിഞ്ഞ് ഷെയർ ചെയ്യുന്നതായിരിക്കും. 5ാമത്തെ പോയിന്റ് ഓഫീസിലെ AC ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ചൂടുകാലമാണ് അറിയാം, എങ്കിലും കൊറോണയിൽ നിന്ന് രക്ഷ നേടാൻ AC ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ കാരണം അറിയാം? AC ഉപയോഗിക്കുമ്പോൾ നമ്മൾ റൂമുകൾ അടച്ചാണ് എപ്പോഴും വയ്ക്കുക. അടച്ച മുറികളിൽ ആരെങ്കിലും തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്താൽ അവർ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴാകുന്ന ഡ്രോപ്ലെറ്റുകൾ എയറിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് വളരെ കൂടുതൽ നേരം നിൽക്കും. നേരെ മറിച്ച് ജനലുകൾ തുറന്നിട്ട് ഫാൻ ഇട്ട മുറിയിലാണെങ്കിൽ കാറ്റുണ്ടാകുമ്പോൾ കാറ്റത്ത് ഈ ഡ്രോപ്ലെറ്റുകൾ അവിടെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കും. അതുവഴി നമുക്ക് എങ്ങാനും രോഗം വരാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് വളരെയധികം കുറയാൻ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചൂടുകാലത്താണെങ്കിൽ പോലും ഓഫീസുകളിൽ AC ഒഴിവാക്കി നല്ലവണ്ണം ജനലും വാതിലും തുറന്നിട്ട് ഫാൻ ഇട്ടിരിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തിന് രക്ഷപ്പെടാൻ അത് സഹായിച്ചെങ്കിൽ. 6ാമത്തെ പോയിന്റ്, ഓഫീസിലെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാൻ നോക്കാം. ഉദാഹരണത്തിന് കർട്ടൻ. ഈ കർട്ടനുകളൊക്കെ ആൾക്കാർ പലരും വന്ന് തൊട്ടും തലോടിയൊക്കെ പോകുന്ന ഒരു സാധനമാണ്. ആരെങ്കിലും തുമ്മുകയോ ചുമക്കുകയോ ചെയ്താൽ ഈ കർട്ടനുകളിൽ ഡ്രോപ്ലെറ്റുകൾ തങ്ങി നിൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ഓഫീസുകളിൽ കർട്ടൻ മുതലായ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ രോഗം സർവൈവ് ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് അത്രയും കുറയ്ക്കാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ ദേഹത്തെ ആക്സസറീസ് പോലെ തന്നെ ഓഫീസിലെ അൺനെസസറി ആക്സസറീസും നമ്മൾക്ക് പരമാവധി കുറയ്ക്കാൻ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ശ്രമിക്കാം. 7ാമത്തെ ഓഫീസ് ഇൻഡോർ സ്പേസുകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ജനറലായിട്ടും എടുക്കാവുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിലോങ്ങിങ്സ് ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാതെ കൊണ്ടുവരേണ്ടി വരുന്ന മൊബൈൽ, പേഴ്സ്, ഓഫീസ് ID കാർഡ് മുതലായ സാധനങ്ങൾ പരമാവധി അവിടെയും ഇവിടെയും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ശീലമാണ് നമ്മുടെ മൊബൈലൊക്കെ എവിടെയാണോ നമ്മൾ സംസാരിക്കുന്നത് അവിടെ നമ്മൾ ആ മേശപ്പുറത്ത് വെക്കും. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ഫോൺ എടുത്ത് ആൽക്കഹോൾ സ്വാബ് വെച്ച് തുടയ്ക്കാൻ ശ്രമിക്കുക. പരമാവധി അങ്ങനെ വെക്കാതിരിക്കാൻ നമ്മളായിട്ട് നമ്മുടെ ഒരു പൗച്ചോ അങ്ങനെ എന്തെങ്കിലും ദേഹത്തിട്ട് അതിൽ തന്നെ ഫോണും പേഴ്സും ഒക്കെ എപ്പോഴും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എവിടെ നിന്നാണ് നമുക്കൊരു കൊറോണ വൈറസിൻ്റെ ബാധ വരിക എന്നറിയില്ല. അതിനിട വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് ഓഫീസിൻ്റെ ഔട്ട്ഡോറിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിഷയമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയാനുള്ളത്, നമ്മുടെ ഓഫീസുകളുടെ പുറത്ത് ഒരു ഹാൻഡ് സാനിറ്റൈസിങ് സ്റ്റേഷൻ വെക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ ഉള്ളിലേക്ക്, ഓഫീസിൻ്റെ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ പടർത്തുന്നത് തടയാൻ സഹായിക്കും. അതിനൊപ്പം തന്നെ ചില ഹോസ്പിറ്റലിൽ കണ്ടിട്ടുള്ള കാര്യമാണ്, എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് എല്ലാ സ്ഥലത്തും നടത്താൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ സിമ്പിളായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓഫീസിൻ്റെ പുറത്ത് ഒരു തുണി മാറ്റ് 1% സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനിൽ മുക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ ചവിട്ടിയ ആൾക്കാർ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതിൽ നിന്ന് ഇൻഫെക്ഷൻ ആവാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഓപ്പൺ സ്പേസുകളിൽ, അതായത് ഓഫീസിൻ്റെ ഔട്ട്ഡോർ സ്പേസുകളിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മേജർ കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് മേജറായിട്ട് 3 കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത്. ഒന്ന്, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഹാൻഡ് ഹൈജീൻ. വൃത്തിയായി സോപ്പോ ഹാൻഡ് സാനിറ്റൈസറോ ആൽക്കഹോൾ റബ്ബോ ഉപയോഗിച്ച് 20 സെക്കൻഡ് മുതൽ 40 സെക്കൻഡ് വരെ വൃത്തിയായി എല്ലാ ഭാഗങ്ങളും കഴുകുന്നതാണ് ഒന്ന്. കൈ അനാവശ്യമായി മുഖത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക, മുറിവുള്ളിടത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക. 2ാമത്തെ പോയിന്റ്, റെസ്പിറേറ്ററി ഹൈജീൻ. നമ്മൾ പരമാവധി പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാൻ ശ്രമിക്കുക. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ടിഷ്യൂവോ ടവലോ ഉപയോഗിച്ച് മുഖം പൊത്തുക.
അത് കഴിഞ്ഞാൽ അനാവശ്യമായി ആ ടവലോ ടിഷ്യൂയോ വേറെ ഉള്ള സ്ഥലങ്ങളിലും ഉപേക്ഷിക്കാതിരിക്കുക. ഇനി അഥവാ നമ്മുടെ കയ്യിൽ ടിഷ്യൂയോ ടവലോ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, നമ്മൾ പുറത്തിറങ്ങി നമുക്ക് ചുമയ്ക്കാൻ വന്നു അല്ലെങ്കിൽ തുമ്മാൻ വന്നു, എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യുക? അതിന് നമ്മുടെ ഈ കൈയിൻ്റെ എൽബോ വെച്ച് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ചുമച്ചാൽ മതി. അപ്പോൾ ഈ ഭാഗം കൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളും തൊടാത്തതുകൊണ്ട് ഇവിടെ നിന്നൊരു ഇൻഫെക്ഷൻ പടരാനുള്ള സാധ്യത ഇല്ല. മൂന്നാമത്തെ കാര്യം സോഷ്യൽ ഡിസ്റ്റൻസിങ്. നമ്മൾ ഒരുപാട് ദിവസമായി പാലിച്ചു വരുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. പക്ഷേ ഓഫീസിലേക്കൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ചില നിമിഷങ്ങൾ നമ്മളെ മറന്നു പോകും, നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മറന്നു പോകും. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഓഫീസ് ഡിസിൻഫെക്ഷന് വേണ്ടി നമ്മൾ പറഞ്ഞ അതേ പ്രോട്ടോക്കോളുകൾ തന്നെയാണ് ബാത്റൂം ഡിസിൻഫെക്ഷനും വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. മെറ്റൽ സർഫസുകളിൽ 70% ഐസോപ്രോപൈൽ ആൽക്കഹോളും മറ്റെല്ലായിടങ്ങളിലും 1% സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനും വെച്ച് വളരെ ഫ്രീക്വൻ്റായി നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓഫീസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റുകളൊന്നും ബാത്റൂമിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. അതോടൊപ്പം ബാത്റൂമിൽ ഉപയോഗിച്ചതും ഓഫീസിൽ ഉപയോഗിച്ചതുമായ എല്ലാ ഡിസ്പോസബിൾ ആയിട്ടുള്ള കയ്യുറ, കാലുറ, മാസ്ക് മുതലായവ പ്രോപ്പർ ഡിസ്പോസലിന് വിധേയമാക്കണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം ബാത്റൂമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷ്, ബക്കറ്റ് മുതലായവ പ്രത്യേകം ഡിസിൻഫെക്റ്റ് ചെയ്ത് വെക്കേണ്ടതും രോഗം പടരാതിരിക്കാൻ വളരെയധികം സഹായിക്കും. നമ്മളിപ്പോൾ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള സമയമായി. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് 6 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന് നമ്മൾ ഊരി വയ്ക്കുന്ന ഷൂസും ചെരുപ്പും മറ്റുള്ളവരിൽ നിന്നും ദൂരേക്ക് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളുടെ, വയസ്സായവരുടെ ചെരുപ്പുകളുടെ കൂടെ ഒരിക്കലും നമ്മുടെ ചെരുപ്പ് വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പേഴ്സണൽ ആക്സസറീസ്, നമ്മൾക്ക് ഓഫീസിലേക്ക് കൊണ്ടുവേണ്ടി വന്ന മൊബൈൽ, പേഴ്സ്, ബെൽറ്റ്, ID കാർഡ് മുതലായവ മറ്റുള്ളവരുടെ ആക്സസറീസിൻ്റെ കൂടെ വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കൊറോണ കാലം കഴിയുന്നത് വരെ ഇതിനായി പ്രത്യേകം ഒരു സ്ഥലം, കുട്ടികളൊക്കെ ഒന്നും എത്താത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി ഡിസിൻഫെക്റ്റ് ചെയ്ത് വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഡോർ ഹാൻഡിൽ ഒക്കെ തൊടുന്നത് പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെറുതെ നമ്മുടെ കയ്യിൽ എങ്ങാനും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈവൻ ദോ നമ്മൾ കൃത്യമായി ഹാൻഡ് സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് തൊട്ടാലൊന്നും സംഭവിക്കില്ല. എങ്കിലും പരമാവധി തൊടുന്നത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ പോയിന്റ്, ഓഫീസിൽ നിന്ന് വന്ന ഉടനെ നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ ഡിറ്റർജൻറ്റ് പൗഡർ ഇട്ട് തുണിയെല്ലാം അലക്കാനിട്ട് കുളിച്ചതിന് ശേഷം മാത്രം വീട്ടിലുള്ള ആൾക്കാരുമായി ഇടപഴകുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ കുട്ടികളോ വയസ്സായവരോ ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഇതിലൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള വേറൊരു സാധനമാണ് നമ്മുടെ മൊബൈൽ. അതുകൊണ്ട് തന്നെ മൊബൈൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതുവരെ കുട്ടികളെ തൊടാൻ സമ്മതിക്കരുത്. അത് കഴിഞ്ഞ് അതിനൊരു ആൽക്കഹോൾ സ്വാബോ ആൽക്കഹോൾ വൈപ്പോ വെച്ച് വൃത്തിയായി തുടച്ചതിന് ശേഷം മാത്രം അതെടുത്ത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ കൈ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 6ാമത്തെ പോയിന്റ്, നമ്മുടെ ഓഫീസിൽ നമ്മൾ ഉപയോഗിച്ച കാറോ ബൈക്കോ ഒക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുമ്പോൾ കാറിലും ബൈക്കിലും തൊട്ട് കളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇവിടെ കൂടെ വന്നതാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ കാറും ബൈക്കും ഒക്കെ കുറച്ച് കാലത്തേക്ക് കുട്ടികൾക്ക് കളിക്കാൻ ഉള്ള ഒരു ഉപകരണമായി കരുതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ വണ്ടികളോട് അടുത്തു പോയി കളിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇതുവരെ നിങ്ങളോട് ഷെയർ ചെയ്ത കാര്യങ്ങളിൽ മിക്കതും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ ഓഫീസ് സ്പേസിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്താണ്. ആ ഡോക്യുമെൻറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മറ്റു ചില വിഷയങ്ങൾ നാഷണൽ DOTയിൽ നിന്ന് കിട്ടിയ വിഷയങ്ങളാണ്. കയ്യിൽ നിന്ന് പരമാവധി ഇടാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇതിൻ്റെ കമൻറ്റിൽ കൊടുക്കുക. ഞങ്ങളാൽ കഴിയുന്ന വിധം ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.